Dear students, today I want to continue the revision of topic semiconductor physics. We can discuss the important points regarding transistors and gates. So, three-layer semiconductor devices. So that is nothing but our transistors, and are of two types, NPN and PNP transistors. We can go ahead with the NPN transistors. The NPN transistors means a P-type semiconductor is sandwiched in between two N-type. So PNP transistor meaning, so keep in mind, an N-type semiconductor that is sandwiched in between two P-type. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രീ ലെയേഴ്സ് ആണ്. അവയെ പറയുന്ന പേര് ഓർക്കുക. ഇ ഫോർ എമിറ്റർ, ബി ഫോർ ബേസ് ആൻഡ് സി ഫോർ കളക്ടർ. സോ emitter, base, collector. So these are the very important three layers in name. വളരെ പ്രധാനപ്പെട്ട ത്രീ ലെയേഴ്സ് ആണ്. അവയുടെ കണക്ഷൻസ് ഇപ്പോൾ ഇവിടെ so the base terminal is common for both the input and output. ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് നമ്മൾ എടുത്തു. സോ നമ്മൾ സാധാരണ ഒരു സർക്യൂട്ട് ഫോർമേഷൻ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് the emitter. The emitter means it is a source of charge carriers, and hence keep in mind, in order to get to maximum charge carriers, the base emitter junction is always forward biased. വളരെ ഏത് കോൺഫിഗറേഷൻ വന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. But at the same time, the collector base junction, that is always reverse biased. സോ അതുകൊണ്ടാണ് ഈ സർക്യൂട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ദ ബൈസ്, ദ മിഡിൽ വൺ, ആരോ ഉള്ളതാണ് എമിറ്ററായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഹിയർ ഔട്ട്വേർഡ് ആൻഡ് ഹെൻസ് ഹിയർ ഇറ്റ് ഈസ് എൻ പി എൻ. അപ്പോൾ പി എൻ പി വരുമ്പോൾ ഈ സർക്യൂട്ടിൽ ഈ എമിറ്ററിൻ്റെ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസപ്പെടൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി പ്രധാനപ്പെട്ട ചില സിറ്റുവേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. വൈൽ ജസ്റ്റ് ഗോ ത്രൂ ദ width of each layers, the collector width is greater compared to emitter, which is greater compared to the base. So that is a very important one. And here that collector actually വരുന്ന റീകോമ്പിനേഷൻ പ്രോസസ്സുകളെല്ലാം തന്നെ നടക്കുന്ന ഒരു റീജിയൻ ആണ് ഹിയർ. സോ ഹീറ്റ് ഡിസിപ്പേഷൻ ഈസ് മോർ റിക്വയർഡ് ടു കൂൾ ഇറ്റ്, ആൻഡ് ഹെൻസ് ദിസ് വിഡ്ത്ത് ഈസ് സോ ഹൈ കമ്പയർഡ് ടു അതേഴ്സ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇഫ് യു ജസ്റ്റ് ഗോ ത്രൂ ദ ഡോപ്പിംഗ് ലെവൽ കോൺസെൻട്രേഷൻ, ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് എമിറ്റർ ഗോട്ട് മോർ ഡോപ്പിംഗ് ലെവൽ കോൺസെൻട്രേഷൻ കമ്പയർഡ് ടു കളക്ടർ ആൻഡ് ബേസ്. The doping level concentration of collector is moderate, and for base it is low level. അത് അത്രയും ഓർമ്മയിരിക്കട്ടെ. So whatever may be the configurations, this is the very important concept. The emitter current is the sum of the base current plus കളക്ടർ കറണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻസ് ആണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. സോ അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈസ് നത്തിങ് ബട്ട് ദ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ കറണ്ട് വേഴ്സസ് പൊട്ടൻഷ്യൽ. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഈ റിലേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ടിലെ പ്രധാനപ്പെട്ട പാരാമീറ്ററായ പൊട്ടൻഷ്യൽ വി സി ഇ, സോ ദാറ്റ് ഈസ് സെഡ് ടു ബി, നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും ഇൻപുട്ട് വരയ്ക്കുക. അതേപടി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഇൻപുട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററായ ബേസ് കറണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും ഡ്രോ ചെയ്യുക. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, in a transistor, see NPN, so here it is a diode and here it is a diode, and keep in mind emitter base junction is forward biased always. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം ഓർക്കുക, ഒരു ഫോർവേഡ് ബയാസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത് ഡിഫറൻറ്റ് ഔട്ട്പുട്ട് പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതേപടി തന്നെ കീപ്പ് ഇൻ മൈൻഡ് the collector base junction is always reverse biased. So that characteristics we draw the characteristics like this one. So അതിനെ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് കൂട്ടൊരു സ്ട്രക്ചർ നമ്മുടെ കയ്യിലേക്ക് വരും.
പക്ഷെ അത് വരയ്ക്കുമ്പോഴും എല്ലാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ടായിട്ട് നമ്മുടെ ഇൻപുട്ടായിട്ട് അത് ആൾവേസ് ആയിട്ട് നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആക്കി വെക്കുവാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യലാണ് VBB, ബേസ് ബയാസിംഗ് പൊട്ടൻഷ്യൽ. റിവേഴ്സ് ബയാസ്ഡ് ആക്കി ഔട്ട്പുട്ട് നിലനിർത്താൻ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് VCC എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ഈ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള കൺസെപ്റ്റിൽ നമുക്ക് വരിക. സോ ഈ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. So input resistance is input potential by input current. So that is the potential across base emitter by that input current. But keep in mind at constant output potential VCE. സാധാരണ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 100 ഓമിനോളം അടുത്തായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണ് സാധാരണ വരുന്നത്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഇൻ ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ദ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ഡെൽറ്റ VCE വേഴ്സസ് divided by the input output current, that is nothing but delta IC. But keep in mind constant base current. സാധാരണ 50 to 100 കിലോ ഓം ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 3 ടേമുകളിൽ ആദ്യത്തേതാണ് റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് ഓർക്കാം. അതേപടി വരുന്ന മറ്റൊരു കൺസെപ്റ്റാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അത് കറണ്ട് ഗെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. കറണ്ട് ഗെയിൻ മീൻസ് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്നാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ബീറ്റ. സോ ആൻഡ് ഹെൻസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഈസ് collector current, the division by input current as base current, that is represented as beta. പക്ഷെ മറ്റ് കോൺഫിഗറേഷൻസ് കോമൺ ബേസ് കോമൺ കളക്ടർ വരുമ്പോൾ ആ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ മാറുമെന്നുള്ള കാര്യം ഓർക്കുക. അവിടുത്തെ ഔട്ട്പുട്ട് കോമൺ ബേസ് വരുമ്പോൾ കളക്ടർ ബൈ എമിറ്റർ എന്നാണ്. അതോടൊപ്പം കോമൺ കളക്ടർ വരുമ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് എമിറ്റർ കറണ്ട് ഡിവിഷൻ ബൈ ബേസ് കറണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഈ 3 റിലേഷൻസ് ഓർത്തിരിക്കുക. പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു വാല്യൂ ആണ്. പക്ഷേ ഈ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ എക്സാമൊക്കെ വരുന്ന സമയത്ത് പ്രോബ്ലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സി ദ വാല്യൂ ഓഫ് ബീറ്റ. ബീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, കോമൺ എമിറ്ററിൻ്റെ കൺസെപ്റ്റിൽ അറൗണ്ട് ഒരു 20 വാല്യൂ തുടങ്ങി ഒരു 450 വരെയുള്ള വാല്യൂ ആണ് ബീറ്റയ്ക്ക് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ആ വാല്യൂ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ബീറ്റയുള്ള അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 250 300 താഴെയുള്ളതിനെയൊക്കെയാണ് ഗുഡ് ട്രാൻസിസ്റ്റർ എന്ന് നമ്മൾ പറയാം. ഇനി ഗാമയുടെ വാല്യൂ നമുക്കിപ്പോൾ തന്നെ ഇക്വേഷനിൽ അറിയാം, β+1 ആണ്. അപ്പോൾ ഇതേ റേഞ്ച് തന്നെ ആയിരിക്കും വരിക. പക്ഷേ നമ്മുടെ ആൽഫയുടെ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കണേ, അത് ഡെൽറ്റ IC/I ആണ്. I എപ്പോഴും ഗ്രേറ്റർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ സാധാരണ രൂപത്തിൽ 0.9 തുടങ്ങി 0.99 വരെയുള്ള വാല്യൂസാണ് സാധാരണ ആൽഫയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി വോൾട്ടേജ് ഗെയിൻ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. വോൾട്ടേജ് നമുക്കറിയാം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതേപോലെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ഇൻറ്റു റെസിസ്റ്റൻസ് ഗെയിൻ എന്നാണ്. സോ ബീറ്റ ഇൻറ്റു RO/RI വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. പവർ ഗെയിൻ എന്ന് പറയുന്നത്, so we know the power is voltage into current. Likewise we can say yes, voltage gain into current gain. So voltage gain is yes beta into yes R0/Rn into beta. So beta square R0/Rn. And keep in mind for a transistor, if a transistor act as an amplifier, and keep in mind there is a phase difference between input and output of pi. ഫേസ് ഡിഫറൻസിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഓർക്കുക.
മറ്റൊരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയാം. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ലിങ്ക് ആയതുകൊണ്ട് അതിനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നു. സോ ഔട്ട്പുട്ട് കറണ്ട് ഡിവിഷൻ ബൈ ഇൻപുട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുക. വി ക്യാൻ ഈസിലി ഫൈൻഡ് ആസ് ബീറ്റ ഡിവിഷൻ ബൈ ആർ ഇൻപുട്ട്. നമ്മുടെ ട്രാൻസിസ്റ്റർ പ്രധാനമായിട്ടും 3 യൂസസിനാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ജസ്റ്റ് മെൻഷൻ ചെയ്തു, ആസ് ആംപ്ലിഫയർ. അതിൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷനും വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എന്നാണ്. ഓൺ ഓഫ് കണ്ടീഷനാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കർവ് എന്ന് പറയുന്നത് ഇത് കൂട്ടായിരിക്കും. പക്ഷേ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.6 വോൾട്ടിനേക്കാൾ കുറഞ്ഞ സമയം വരുമ്പോൾ അവിടുത്തെ ഔട്ട്പുട്ടായിട്ടുള്ള VCC ആയിരിക്കും അപ്പുറത്തേക്ക് വരിക. അതുകൊണ്ട് അതിനെ കട്ട് ഓഫ് റീജിയൻ എന്ന് നമ്മൾ പറയും. ഒരു ട്രാൻസിസ്റ്റർ സാധാരണ രൂപത്തിൽ ആക്റ്റീവ് ആകുന്ന റീജിയൻ എന്ന് പറയുന്നത് 1 വോൾട്ടിന് താഴെ 0.6ന് മുകളിലുള്ള ഈ റീജിയൻ ആയിരിക്കും. ഇതാണ് ട്രാൻസിസ്റ്റർ ഇൻ ആക്ഷൻ എന്ന് പറയാം. അത് കഴിഞ്ഞ് 1 വോൾട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും ഔട്ട്പുട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സാച്ചുറേഷൻ റീജിയൻ എന്നും ഓൺ സ്റ്റേറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഹെൻസ് ട്രാൻസിസ്റ്റർ ഈസ് ആക്ട് ആസ് എ സ്വിച്ച്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. മൂന്നാമത്തെ അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ആസ് ആൻ ഓസിലേറ്റർ. വളരെ പ്രധാനപ്പെട്ട ആ ഓസിലേറ്റർ സർക്യൂട്ടിലെ 2 ഘടകങ്ങളാണ്. ഒന്ന് അതിൻ്റെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ചേർന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫ്രീക്വൻസി വി ക്യാൻ ഫൈൻഡ് as 1/2π√LC. രണ്ടാമത്തെ ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. കീപ്പ് ഇൻ മൈൻഡ്, 2 തരത്തിലുള്ള ഫീഡ്ബാക്കാണ് നമുക്കുള്ളത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ സെയിം ഫേസിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഔട്ട് ഓഫ് ഫേസിലായിരിക്കും എന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. പക്ഷേ ഓർക്കണം, ട്രാൻസിസ്റ്റർ ഈസ് ആൻ ആംപ്ലിഫയർ ബട്ട് വിത്തൗട്ട് ഇൻപുട്ട്. ഇൻപുട്ട് ഇല്ലാത്ത ഒരു ആംപ്ലിഫയർ ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് സം problematic situations. In a transistor connected in common emitter mode, the output resistance is given as 4 kilo ohm, R1 equal to 1 kilo ohm, IC equal to 1 milliampere, and IB equal to 20 microampere. Find the voltage gain. So simple item, we know that voltage gain is current gain into resistance gain. So beta into R0 by Rn. So beta is IC by IB. So you just substituting the values, you get the answer. സോ ഈ ചാപ്റ്ററിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വി ഗെറ്റ് മാക്സിമം സ്കോർ. ഫോർ ഗിവൺ കോമൺ എമിറ്റർ ബയാസിംഗ് സർക്യൂട്ട്, if voltage across the collect emitter is 12 volt and the current gain is 100, the base current is 0.04 milliampere. Find the RC value, we have to find it. So from this one we can just analyze this one. We can cut it and we can say that VCC, and that is used as ICRC plus that in between as VCE. So that is VCC, that is used for ICRC plus VCE. Our aim is to find what is RC. So RC can be written as VCC minus VCE by IC. But we can with the data of beta, that is equal to IC by IB, we can write for IC is equal to beta IB. So every parameters are on the question. You get the answer as a 2 kilo ohm. It is a good concept. See the gates. നമുക്ക് നമ്മുടെ നീറ്റ് കേരള JEE പരീക്ഷകൾക്ക് ഒരു ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, നിങ്ങൾക്കതറിയാം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണത്. കാരണം ഇതിനകത്ത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സി ഓർ ഗേറ്റ്, അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A+B ആണ്. സമ്മാണ് വരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കുക.
അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഉണ്ടാകാതിരിക്കുന്നത്. പക്ഷേ ആൻഡ് ഗേറ്റ് അങ്ങനെയല്ല, ഈ y ഈക്വൽ ടു എ ബി ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മൊത്തം വാല്യൂ 0 ആകുമെന്നുള്ള കാര്യം ഓർക്കുക. സോ രണ്ടും എയും ബിയും ഹൈ ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നമ്മൾ ഏത് ഇൻപുട്ടിനെയും അതിൻ്റെ ബാർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. സോ എ കൊടുക്കുമ്പോൾ അതിൻ്റെ എ ബാർ വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ 0 എന്ന് പറയുന്നത് 1 ആയി മാറുന്നു, 1 എന്ന് പറയുന്നത് 0 ആയി മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. നാൻഡ് ഗേറ്റ്, ഇപ്പം നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ആൻഡ് ഗേറ്റ് വിത്ത് നോട്ട് ഗേറ്റ്. ഒരു ആൻഡ് ഗേറ്റ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോട്ട് ഗേറ്റ് ആണ്, അതുകൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ y ഈക്വൽ ടു എ ബി ബാർ എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ നോർ ഗേറ്റ് വരുമ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓറിനോടൊപ്പം ഒരു ആൻഡ് ഗേറ്റ്, എ ബബിൾഡ് ഓർ ഗേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് നോർ ഗേറ്റ്. സോ എ പ്ലസ് ബിയുടെ കൂട്ടത്തിൽ ഒരു ബാർ കൂടെ വരുമ്പോഴത്തേക്കും അത് നോർ ഗേറ്റ് ആയി മാറുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടിന് വിഭിന്നമായിട്ട് ആൻഡ് ഗേറ്റ് കണ്ടോ, അത് നാൻഡിലേക്ക് വരുമ്പോൾ സീറോസ് എല്ലാം 1 ആയി, 1 എല്ലാം എന്തായി, 0 ആയി. ഓർ ആണെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കമ്പയർ ചെയ്തേ, 0 അവിടെ 1 ആയി, 1 ആയിട്ട് വന്നതെല്ലാം 0 ആയി. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് നാൻഡ് ഗേറ്റിൽ അറിയാമെങ്കിൽ, കാരണം ഇറ്റ് ഈസ് എ ബബിൾഡ് ആൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് ഈസ് ബബിൾഡ് ഓർ ഗേറ്റ്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ട്രൂത്ത് ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് സർക്യൂട്ട്സിനെ തിരിച്ചറിയാൻ പറ്റും. And keep in mind the very important concept, the NAND gate and the NOR gates are said to be universal gates. The reason we can make that NOT and OR operations based on the NAND and NOR gates alone. അപ്പോൾ നോക്കൂ, നോട്ട് ഓപ്പറേഷൻ എങ്ങനെയാണ് നമുക്കൊരു നാൻഡ് ഗേറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത്. രണ്ട് ഇൻപുട്ടുകളെയും ഒരുമിച്ച് ചേർക്കുക, ദാറ്റ്സ് ആൾ. ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി നാൻഡ് ഈസ് ദ ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ്. സോ ഒരു ബബിൾ കൂടെ കൊടുത്താൽ, ആ ബബിൾ എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്, നമുക്കതിനെ ആൻഡാക്കി മാറ്റുന്നതിന് ഈസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർ ഓപ്പറേഷൻ്റെ സർക്യൂട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. രണ്ട് നോട്ട് ഗേറ്റുകളെ നമ്മൾ ഇൻപുട്ടിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ്. ഇതേ കൺസെപ്റ്റ് നമുക്കിവിടെ നോറിനും ഉപയോഗിക്കാം. നോട്ട് വരുമ്പോൾ രണ്ട് ഇൻപുട്ടുകൾ ഒരുമിച്ച് ചേരുക, നോറിൽ നിന്ന് ഓറിലേക്ക് വരാൻ ഒരു നോട്ട് ഗേറ്റ് കൂടെ കണക്ട് ചെയ്യുക. മറ്റത് ഈ തരത്തിലാണെങ്കിൽ നമുക്ക് ആൻഡ് ഓപ്പറേഷന് കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് പോകാം. നീറ്റിനും ജെയ്ക്കും ഒക്കെ ചോദിച്ച ഒരു കൺസെപ്റ്റാണ് ഹിയർ. In the figures below, circuit simple of a logic gate and two input waveforms A and B are shown. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ലോജിക് ഗേറ്റ്. ഇത് ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ആൻസർ എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ദ ട്രൂത്ത് ടേബിൾ. അപ്പം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഏത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോംസ് ആണ് എ ആൻഡ് ബി. അപ്പോൾ അവിടെ ആദ്യം വരുന്നത് നമുക്ക് 0 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് നമുക്കറിയാം, അത് 1 ആണെന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ ഇവിടെ 1 ആണ്, യെസ്. അപ്പോൾ നമുക്ക് സാധാരണ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹിയർ. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമിലേക്ക് വരാം. അപ്പോൾ നമുക്ക് 0 0, അപ്പോൾ ഇവിടെ എന്ത് കിട്ടണം, 1 കിട്ടണം. ഇവിടെ 1 ആണ്, ഇത് 1 ആണ്. സോ 1 1 എന്താകണം, 0 ആണ്. 0 1 ആണെങ്കിലും എന്താകണം, യെസ്, 0 1 1 ആയി മാറണം. അപ്പോൾ അതുകൂട്ട് തരത്തിൽ നമുക്ക് പിക്ചർ ചെയ്യാൻ നമുക്ക് പറ്റും. സോ നമുക്ക് ഔട്ട്പുട്ട്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റ്സ് ആണ്. ട്രൂത്ത് ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. റൈറ്റ് ഡൗൺ ദ ഔട്ട്പുട്ട് y ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട്സ് എ ആൻഡ് ബി. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ട്സ് വരുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡി ബോർഗൻസ് തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് എ ബാർ ബി ബാർ ആണെന്നും എ ബി ബാർ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് ബി ബാർ ആണെന്നുമുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ എളുപ്പമാണ്. ഇത് രണ്ട് നോട്ട് ഗേറ്റ് ആണെന്ന് അറിയാം അല്ലേ. സോ എ ബാർ പ്ലസ് ബി ബാർ ബട്ട് ദ ഹോൾ ബാർ ബിക്കോസ് ഓഫ് ദിസ് നോട്ട് ഗേറ്റ് പ്ലസ് ഇവിടെ നിന്ന് വരുന്ന ബി, ദാറ്റ് ഈസ് വൈ. പക്ഷേ ഇതിനെ നമ്മൾ ഡി മോർഗൻസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനെ ഈ തരത്തിലേക്ക് എഴുതാം. സോ രണ്ടിൽ ബി കോമൺ ആണ്. സോ എ പ്ലസ് 1 നമുക്ക് ഏത് വാല്യൂ എക്ക് കൊടുത്താലും, സേ 1 1 + 1 1, 0 കൊടുത്തോ 1. സോ ആൻഡ് ഹെൻസ് എ പ്ലസ് 1 ക്യാൻ ബി റൈറ്റ് ആസ് 1. സോ ദ ആൻസർ ബിക്കം ബി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകളാണ് നമ്മൾ കണ്ടത്. സോ
And keep in mind, students, we can minimum wait for Kerala entrance 2 questions from this section. In total, from semiconductor, we can wait 4 questions or for 3 questions for our NEET examination. അപ്പോൾ അത്രക്കൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. സോ ട്രൈ ടു ഡു മാക്സിമം MCQs, then you can get maximum score for the coming entrance examination.